ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു യാത്രാ വിവരണത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലേക്കാണ്. അതിമനോഹരമായ കായലുകൾക്കും ഊർജ്ജസ്വലമായ സംസ്കാരത്തിനും പേരുകേട്ടതാണ് ആലപ്പുഴ ജില്ല. ചില കൂട്ടുകെട്ടുകൾ, ചില യാത്രകൾ എല്ലാം കൂടി ചേരുമ്പോൾ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. പലപ്പോഴും നമ്മളിൽ പലരും പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളായിരിക്കാം പലതും. എന്നാൽ ഞങ്ങൾ കുറച്ച് പേര് സെപ്റ്റംബർ 21-ന് ആലപ്പുഴയുടെ കുറച്ച് ഭാഗം ബോട്ടിൽ യാത്ര ചെയ്ത് ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ തീരുമാനിച്ചിരുന്നു. അത് ജീവിതത്തിലെ മറക്കാനാവാത്ത ആനന്ദ നിമിഷമായി മാറുന്നു. യാത്രകൾ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തരുത്. യാത്രകൾ ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ കാണുക എന്നതിലും അപ്പുറം ഒരുമിച്ച് ഒരു കുടുംബം പോലെ അടിച്ചു പൊളിച്ച് ഒരു ദിവസം നമുക്ക് നമ്മുടെ ജീവിത തിരക്കിൽ നിന്നും അല്പനേരം മാറി നിൽക്കാം. അങ്ങനെ ഒരു യാത്രയായിരുന്നു ഇത്. കായലും പാടങ്ങളും വള്ളങ്ങളും ഒക്കെയായി സുന്ദരമാണ് ആലപ്പുഴ. കേരളത്തിലെ 4 പ്രധാന നദികളായ പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നിവയും വേമ്പനാട്ട് കായലും ചേർന്ന് രൂപം നൽകിയ ഒരു ഡെൽറ്റ പ്രദേശമാണ് കുട്ടനാട്. ആലപ്പുഴ ജില്ലയിലെ മനോഹരമായ ഒരിടം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ. ഒപ്പം ജോലി ചെയ്യുന്നവരുമായി രാവിലെ 5:30-ന് പുറപ്പെടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പുറപ്പെട്ടപ്പോൾ 6:30 എങ്കിലും യാത്ര അടിപൊളിയായിരുന്നു. പോകുന്ന വഴിയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വാഹനത്തിൽ പാട്ടും ഡാൻസുമായി സഹയാത്രികർ അടിച്ചു പൊളിച്ചു. പോകുന്ന വഴിയിൽ പല ഭാഗത്തായിട്ട് റോഡ് പണികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ബ്ലോക്കുകൾ, മറ്റ് തടസ്സങ്ങളോ ഒന്നും കിട്ടാത്തത് കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയിരുന്നു. 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തി. അത് കാരണം 11 മണിക്ക് തുടങ്ങാനിരുന്ന യാത്ര കുറച്ച് നേരത്തെ, 1 മണിക്കൂർ മുമ്പേ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സുന്ദരമായ കായലിലൂടെ ഒരു യാത്ര, അതും സഹപ്രവർത്തകരോടൊപ്പം. കുറച്ചു ദൂരം കായലിലൂടെ മുന്നോട്ട് പോയപ്പോൾ കായലിൻ്റെ സമീപത്തുള്ള ചെറു തോടുകളുടെ അരികിൽ വീടുകൾ കാണാം. വീടിൻ്റെ മുമ്പിൽ ചെറുവള്ളങ്ങൾ കിടക്കുന്നത് കാണാം. നമ്മൾ ബൈക്കും കാറും എല്ലാം ഉപയോഗിക്കുന്നത് പോലെ ഇവിടെയുള്ളവർ വള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു ജില്ല. അതിവിശാലവും മനോഹരമായ കുട്ടനാട് പാടശേഖരങ്ങളുടെയും അവയ്ക്ക് നടുവിലൂടെ ഒഴുകുന്ന കായലുകളുടെയും നദികളുടെയും പ്രശസ്തമായ നിരവധി അമ്പലങ്ങളുടെയും ഉത്സവങ്ങളുടെയും ലോകശ്രദ്ധ നേടിയ നിരവധി വള്ളംകളികളുടെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭൂഭാഗമാണ് ഈ മനോഹരമായ നാട്. ജലമേളകളുടെയും നാട്ടുത്സവങ്ങളുടെയും പുഞ്ചപ്പാടങ്ങളിലെ ജീവിതവുമെല്ലാം ആലപ്പുഴയുടെ പ്രത്യേകതകളാണ്. ഇവയെല്ലാമാണ് ആലപ്പുഴയുടെ വിനോദസഞ്ചാരികൾക്ക് നൽകുന്നത്. 1500-ലധികം ഹൗസ് ബോട്ടുകൾ പുന്നമട കായലിലും വേമ്പനാട്ട് കായലിലുമായി സർവീസ് നടത്തുന്നുണ്ട്. ഡിസംബർ, ജനുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് വിനോദസഞ്ചാരികൾ കൂടുതലായി ഇവിടെ വരുന്നത്. കയറി ചെല്ലുന്നത് ഒരു ലോബിയിലേക്കാണ്. ഒരു ഹൗസ് ബോട്ടിനുള്ളിൽ ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് സംശയം തോന്നും. 2 ബെഡ്റൂം ഉള്ള ഹൗസ് ബോട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. മുകളിൽ ചെറിയൊരു ഡൈനിങ് ഏരിയ. അവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. സഹപ്രവർത്തകരെല്ലാവരും നല്ല നല്ല ഫോട്ടോകൾ പകർത്തുന്നുണ്ടായിരുന്നു. കൂടെ ഞാനും തകർത്തു. ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു ഇടത്തരം ബോട്ടാണ്. 5 ബെഡ്റൂമും അതുപോലെ തന്നെ 60 പേർക്കും സഞ്ചരിക്കാൻ പറ്റുന്ന കൂറ്റൻ ഹൗസ് ബോട്ടുകളെല്ലാം ഉണ്ട് ഇവിടെ. ഒരു കാലത്ത് ഇവയെല്ലാം ആലപ്പുഴയുടെ പല ഭാഗത്തായി ചരക്കുകൾ എത്തിച്ചിരുന്ന ഒന്നായിരുന്നു. വാഹന സൗകര്യങ്ങൾ വന്നപ്പോൾ ഇവയെല്ലാം രൂപത്തിൽ മാറ്റം വരുത്തി വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങിക്കിടക്കുന്നു. റൂമുകളെല്ലാം എയർ കണ്ടീഷനും ടോയ്ലറ്റ് അറ്റാച്ച്ഡുമാണ്. രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് AC പ്രവർത്തിക്കുകയുള്ളൂ. അത് പ്രവർത്തിക്കുന്നത് ജനറേറ്ററിലാണ്.
ഞങ്ങൾ സഞ്ചരിച്ചത് ഡേ ക്രൂയിസറിൽ ഒരാൾക്ക് 1000 രൂപയാണ്. ടീ, ലഞ്ച്, സ്നാക്സ് എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു റേറ്റ് അവർ പറയുന്നത്. നമ്മൾ സഞ്ചരിക്കുന്ന പാതകളിൽ നിരവധി സ്പീഡ് ബോട്ടുകൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അവരെ ടൂറിസ്റ്റുകളെ നിരന്തരം ഇങ്ങനെ പിന്തുടരുന്നു. എന്നിട്ട് ഈ യാത്രക്കിടയിൽ വെച്ച് വിലപേശി ടൂറിസ്റ്റുകളെ സ്പീഡ് ബോട്ടിലേക്ക് മാറ്റി കയറ്റുകയും ചെയ്യും. അതിസാഹസികമായ കായലിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യും. ഞങ്ങളിൽ കുറച്ച് പേരെ ആ അഭ്യാസ പ്രകടനങ്ങൾ അനുഭവിച്ച ആ യാത്ര നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. കൈയെല്ലാം അകത്ത് വെച്ചോണം. ഈ കാണുന്നതാണ് സർക്കാർ ബോട്ട്. നമ്മളിവിടെ KSRTC ബസ്സൊക്കെ ഉപയോഗിക്കുന്നത് പോലെ അവിടെ ആൾക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഓരോ യാത്രാ സൗകര്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് ഇത്. യാത്രാ സൗകര്യം തീരെ എത്താത്തിടങ്ങളിലെ യാത്രകൾ ഈ സർക്കാർ ബോട്ടുകൾ വഴി മാത്രം. ഈ കാണുന്നതാണ് ബോട്ട് ജെട്ടി. ഇവിടെ നിന്നുമായിരിക്കും ഓരോ ബോട്ടുകളും നിർത്തി ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്നത്. ഞാൻ നേരെ കിച്ചണിലോട്ടൊന്ന് വെച്ച് പിടിച്ചു. അവിടെ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവിയൽ, അതുപോലെ തന്നെ ചിക്കൻ കറി, മീൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആലപ്പുഴ വന്നിട്ട് കരിമീൻ കഴിച്ചില്ലെങ്കിൽ അത് മഹാമോശമല്ലേ? കരിമീൻ ഫ്രൈ, നല്ല കരിമീൻ ഫ്രൈ, ആഹാ എന്താ! ഞങ്ങൾ സഞ്ചരിക്കുന്ന ബോട്ടിൽ 2 പേരാണ് ഞങ്ങൾക്ക് സഹായിയായി ഉണ്ടായത്. ഒരു ആഹാരം പാചകം ചെയ്യാനായി ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. വളരെ നല്ല രുചികരമായ ആഹാരം. സാമ്പാർ, ഉപ്പേരി, ചോറ്, കരിമീൻ, ചിക്കൻ കറി, അച്ചാറ്, മോര്, രസം, പപ്പടം എന്നിവയെല്ലാം ആയിരുന്നു ഉച്ചക്ക് ഊണിന് ഉണ്ടായിരുന്നത്. ആഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. യാത്ര ചെയ്യാനായിട്ട് റൂമുകളൊന്നുമില്ലാത്ത മേൽക്കൂരയുള്ള ഇതുപോലത്തെ ചെറിയ വള്ളങ്ങൾ നമുക്ക് കിട്ടും. ഇതിനെ ഷിക്കാര എന്നാണ് പറയുക. ഹൗസ് ബോട്ടുകളെ അപേക്ഷിച്ച് റേറ്റ് കുറച്ച് കുറവായിരിക്കും. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. ഏകദേശം 4 മണി അടുപ്പിച്ച് തിരിച്ചു കരയിലെത്തി. ഒരു പ്രാവശ്യമെങ്കിലും പോകേണ്ട ഒരു യാത്ര. വലിയ ക്രൂയിസറിൽ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ചെറിയ വള്ളങ്ങൾ, മാക്സിമം 5 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ചെറിയ ശിക്കാര വള്ളങ്ങൾ ലഭിക്കും. അതിലാവുമ്പോൾ ചെറിയ ഇടതോടുകളിലൂടെയെല്ലാം പോകുമ്പോൾ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താനും നമ്മൾക്ക് സാധിക്കും. വലിയ വള്ളങ്ങളും ബോട്ടുകളുമൊക്കെയാണ് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ കായലിൽ കൂടി മാത്രമുള്ള യാത്ര മാത്രമേ സാധിക്കുകയുള്ളൂ. ഉൾഗ്രാമങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര.